മേപ്പാടി ഹെൽത്ത് സെന്ററിൽ നിന്നും ഗോകുൽ VS നമുക്കൊപ്പം ചേരുന്നു. ഗോകുൽ, ഇന്നലെ തന്നെ ഗോകുലിന്റെ ശബ്ദം ഇടറിയിരുന്നത് മനസ്സിലാവും. ആ ആശുപത്രിയിലും പരിസരത്തും നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ അത്രത്തോളം ഹൃദയഭേദകമാണ്, ഹൃദയം തകർക്കുന്നതാണെന്നറിയാം. ഇന്നും ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് മാത്രമല്ല, ഉറ്റവരെ ഇനിയും കണ്ടെത്താനാവാത്തവരുടെ ദുഃഖം അതങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ടാവും. ആശുപത്രിയിൽ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഗോകുൽ? വളരെ ദുഃഖകരമായ കാഴ്ചകൾ തന്നെയാണ് മോത്തി ഇവിടെയുള്ളത്. ഒന്ന് നമുക്ക് അങ്ങോട്ട് പോയാൽ മനസ്സിലാകും എത്ര പേരുടെ മൃതദേഹങ്ങൾ, ഏകദേശം 45 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെയുണ്ട്. അതിൽ 11 എണ്ണം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ നിരത്തി ഓരോരുത്തരും തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇതിലുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ വന്ന് നോക്കുകയാണ്. അത്രമാത്രം ഹൃദയം പൊട്ടുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നതും. കാരണം ഓരോ സ്ഥലങ്ങളിൽ വന്ന് ഇവരെ അന്വേഷിക്കുകയാണ്, തങ്ങളുടെ പ്രിയപ്പെട്ടവരിവിടെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയാണ്. പക്ഷേ അതിലൊന്നും ഒരു വിവരവും കിട്ടുന്നില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. പലരും ആശങ്കയോടെ മടങ്ങുന്നു. ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ വളരെ വിഷമകരമായ അന്തരീക്ഷം. ഒരു തരത്തിലും സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഒരു തരത്തിലും നമുക്കൊരു ആശ തരുന്നതോ ആയിട്ടുള്ള കാഴ്ചകളല്ല. ഇന്നലെ നമ്മൾ കുറെ പേരെ സ്ട്രെച്ചറിൽ ഇക്കരയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. ആ ദൃശ്യങ്ങളിൽ ആ സ്ട്രെച്ചറിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് പലരും ഇവിടെ കിടക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഷമമുണ്ട്. ഏകദേശം 11 പേരെ ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ അവരാരാണെന്നറിയുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഉള്ള ഒരു പലരും വന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പേർ ഇവിടേക്ക് വരുന്നുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഗോകുൽ. ഇന്നലെ വൈകിയും മൃതദേഹങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നു, ശരീരഭാഗങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നു, പരിക്കേറ്റവരെ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. ഇന്നിപ്പോ അവസ്ഥ എങ്ങനെയാണ്? പല സ്ഥലങ്ങളിൽ നിന്നായി അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? മലപ്പുറത്ത് നിന്നുള്ള ഏകദേശം ഒരു 20 പേരുടെ മൃതദേഹം കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ കുറെ ബന്ധുക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ചേട്ടാ, ആരെങ്കിലും കാണാതായിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വരുന്നത്. രണ്ടുപേരെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ബാക്കി അവര് 11 പേരായിരുന്നു. 2 പേരെ ഉള്ളു കിട്ടിയത്. ബാക്കി 3 ബോഡി പോയിട്ടുണ്ട്. 11 പേരെ കാണാതായോ? 11 പേരായിരുന്നു. ആണോ? അതെ. 3 പേരെ കണ്ടെത്തിപ്പോ? 2 പേരെ കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ മറ്റു നടപടിക്രമങ്ങളൊക്കെ ആയി ഇവിടെ വരുന്നവരെ ഒരു മകനുണ്ട്, ഇപ്പം വരും. അയാളെ മുണ്ടക്കയിലുണ്ടായിരുന്ന ബത്തേരിയിലുണ്ടായിരുന്ന മദർ വീട്ടിലില്ലായിരുന്നു. വീട്ടിലെ 11 പേർക്കും ഈ അപകടം? ചേട്ടാനിയന്മാർ മക്കൾ അവരെല്ലാം. ഒരാൾ മാത്രമാണ് അല്ലേ? അവര് 11 പേരുണ്ടായിരുന്നു. 2 പേര് വേറൊരു വീട്ടിലായതുകൊണ്ട് അവര് ഹോസ്പിറ്റലുണ്ട്, നിംസിലുണ്ട്. അവരുടെ ആരോഗ്യനില കുഴപ്പമൊന്നുമില്ല. മറ്റ് ബാക്കിയുള്ളവരെ കുറിച്ചൊരു വിവരം ഇതുവരെ ഉള്ളൂ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ഇതിന്റെ ഇവിടുത്തെ ഒരു അവസ്ഥ. പലരും ഒരുപാട് എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യങ്ങൾ തന്നെയായിരിക്കും, ഒരേ അനുഭവങ്ങൾ തന്നെയായിരിക്കും.